സംസ്ഥാനത്തേക്കുള്ള ചരക്കുനീക്കം നാളെ മുതൽ സ്തംഭിക്കും. വാളയാർ ചെക്ക് പോസ്റ്റിലെ ചരക്കുനീക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിനെ തുടർന്ന് ചരക്കു ലോറി ഉടമകൾ നാളെ മുതൽ സമരം പ്രഖ്യാപിച്ചതാണ് കാരണം. പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്ന് തിരുവനന്തപുരത്ത് ധനമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഉറപ്പ് ലഭിക്കാത്തതിനാൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്നാണ് ലോറി ഉടമകളുടെ തീരുമാനം. സംയോജിത ചെക്ക് പോസ്റ്റ് പ്രാവർത്തികമാക്കുക, ചരക്ക് നീക്കം വേഗത്തിലാക്കാൻ കൗണ്ടറുകളുടെ എണ്ണം 10 ആക്കുക, ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, സ്കാനർ, വെയർഹൌസ്, ലോറി ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ നൽകിയ ഉറപ്പ് 20 മാസമായിട്ടും യാഥാർത്ഥ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാളെ മുതൽ ചരക്ക് ലോറി ഉടമകളുടെ സംഘടനയായ അഖിലേന്ത്യാ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് കേരളത്തിലെ ഒരു ചെക്ക് പോസ്റ്റിലൂടെയും വാഹനങ്ങൾ അയക്കില്ലെന്ന തീരുമാനമെടുത്തത്. 2 ആഴ്ച മുമ്പാണ് സമരം പ്രഖ്യാപിച്ചതെങ്കിലും പ്രശ്നപരിഹാരത്തിന് സർക്കാർ കാര്യക്ഷമമായി ഇടപെടാതായതോടെ സമരവുമായി മുന്നോട്ടു പോകാൻ ലോറി സംഘടന തീരുമാനിക്കുകയായിരുന്നു. സംഘടനാ നേതാക്കളുമായി ചർച്ചയ്ക്ക് ആവശ്യത്തിന് സമയമുണ്ടായിട്ടും ഇന്നാണ് തിരുവനന്തപുരത്ത് പ്രശ്നപരിഹാരത്തിനായി ധനമന്ത്രി യോഗം വിളിച്ചിട്ടുള്ളത്. എന്നാൽ തങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ കൃത്യമായ ഉറപ്പു ലഭിക്കാതെ സമരം പിൻവലിക്കില്ലെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾ വരുന്നതിനാൽ ലോറി സമരം സംസ്ഥാനത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കും. റിപ്പോർട്ടർ, പാലക്കാട്.